ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് സന്തോഷത്തിൻ്റെ കാലമാണ്. ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ഇതിലെടുത്ത് പറയേണ്ടത് ഈ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾക്ക് വാഹന ഇടപാടുകളിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വാഹനമൊക്കെ വാങ്ങിയിട്ട് വിൽക്കുന്ന ഈ സെക്കൻഡ് സെയിലൊക്കെ നടത്തുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായ സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് അന്യദേശത്ത് തൊഴിൽ വാസം ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകണം, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഗുണകരമായ സമയമാണ്. നല്ല ജോലി ലഭിക്കും, നല്ല ശമ്പളമൊക്കെയുള്ള മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തിനെയൊക്കെ കുറിച്ച് സംബന്ധിച്ചൊക്കെ ചിലർ തർക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബന്ധുജനങ്ങളുമായിട്ട് അത്ര ഗുണകരമായ ഒരു സമയമല്ല. നിങ്ങൾ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ ശോഭിക്കുന്ന ഒരു സമയമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ. നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. കുറച്ച് പണം നിങ്ങൾക്ക് മിച്ചം വെക്കാനൊക്കെ സാധിക്കും. സ്വജനങ്ങളുടെ ക്രൂരതയും കുതന്ത്രങ്ങളൊക്കെ വിമർശനങ്ങളുമൊക്കെ മനക്ലേശം ഉണ്ടാക്കുന്ന സമയമാണ്. സ്വന്തം ബന്ധുക്കൾ തന്നെ നിങ്ങൾക്ക് എതിരായിട്ട് തിരിയുന്നതാണ്. അവരുടെ പലവിധ കിംവദന്തികളും അവരുടെ ചില പ്രവൃത്തികളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിന് വളരെ സങ്കടമുണ്ടാക്കുന്നതാണ്. ചിലർക്കൊക്കെ ദീർഘനാളായിട്ട് പണം കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നവർ പുതുതായിട്ട് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിലൊക്കെ കാലതാമസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ കഴിയാവുന്ന ആൾക്കാർക്ക് പണം കടം കൊടുക്കാതിരിക്കുക, കിട്ടാനുള്ളത് ഇപ്പോഴൊന്നും കിട്ടത്തില്ല. കൊടുത്തതാണെങ്കിൽ കാലതാമസം ഉണ്ടാകും. ഇപ്പോൾ തരാമെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തരാം, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തരാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നവർ അത് വെറും വാക്ക് മാത്രമായിരിക്കും. തിരികെ കിട്ടുന്നത് കുറച്ച് സമയമെടുക്കും, കുറച്ച് പാടായിരിക്കും കിട്ടാൻ. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ കൃഷിയിൽ നിന്നും വരുമാനം കുറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകുന്നതാണ്, ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ ചെറിയ കുറവുണ്ടാവും ആ സമയത്ത്. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ രോഗകാര്യത്തിലൊക്കെ ഒരു ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ. ജനുവരി ഫെബ്രുവരി മാസത്തിൽ രോഗം മൂർച്ഛിക്കാനുള്ള കുറച്ച് സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അന്യാധീനപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യത ചിലർക്കൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് മോഷണം പോവുകയോ മറ്റേതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ചില സാധനങ്ങളൊക്കെ യാദൃശ്ചികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ ഫെബ്രുവരി അവസാന പാദമൊക്കെ ആവുമ്പോൾ പിതൃസ്വത്തുക്കളൊക്കെ, കുടുംബസ്വത്തുക്കളൊക്കെ ലഭിക്കാൻ, നമ്മുടെ സ്വന്തം പേരിൽ ലഭിക്കാനുള്ള, സ്വന്തം കൈവശം വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഇട കാണുന്നുണ്ട്. നിങ്ങളുടെ യാത്രാവേളകളൊക്കെ അതീവ ജാഗ്രതയോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി ആവണം ചെയ്യേണ്ടത്. കുടുംബത്തിൽ വളരെ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ജനനഭാഗ്യം കാണുന്നുണ്ട്. സന്താനങ്ങളില്ലാത്ത ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ദമ്പതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കുടുംബത്തിൽ ജനനഭാഗ്യമുള്ള സമയമാണ്, നിങ്ങൾക്ക് സന്താനഭാഗ്യമുള്ള സമയമാണ്. അപ്പോൾ നല്ലൊരു ഡോക്ടറെയൊക്കെ കണ്ട് മനസ്സ് മടുത്തിട്ടൊക്കെ നിർത്തിയിട്ട് പോയിട്ടുള്ളവരൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയം. നല്ലൊരു ഫെർട്ടിലിറ്റി സെൻറ്ററിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെയൊക്കെ കണ്ട് കാര്യങ്ങൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ചിലർക്കൊക്കെ അലോപ്പതി മരുന്നാകാം, ചിലർക്ക് ഹോമിയോപ്പതി ആകാം, ചിലർക്ക് ആയുർവേദത്തിലാകാം.
നമ്മൾക്ക് എവിടെയാണോ വിധിച്ചിരിക്കുന്നത് നമ്മൾ ആ സ്ഥലത്ത് ചെല്ലേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെന്ന് ഈ സങ്കടത്തിൽ നിന്ന് മുക്തി ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചൂടെ പറഞ്ഞു തരാം. സാമ്പത്തിക ലാഭമൊക്കെ ഉള്ള സമയമാണ് ഈ സമയത്ത്. ഫെബ്രുവരി അവസാനത്തോടുകൂടി ആകുമ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പള വർധനമൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഇൻസെൻറ്റീവൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ക്രയവിക്രയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. ബിസിനസ്സിന് നല്ല സമയമാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സമയമാണ്. നിങ്ങൾക്ക് തൊഴിൽ രംഗമാണ് ഏറ്റവും നന്നായിട്ട് പറയുന്നത്. എപ്പോഴും തൊഴിൽ രംഗത്ത് ഒരു സ്വന്തമായിട്ടൊരു ഗൃഹം എന്നുള്ള സ്വപ്നം കൊണ്ട് നടക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സ്വന്തമായിട്ട് ഗൃഹം സ്വന്തമാക്കാനുള്ള സാധ്യത നന്നായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒന്ന് നീക്കുപോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർഷാവസാനമാകുമ്പോൾ ഒരു ഗൃഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ചിലരൊക്കെ പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയുകയോ പഴയ വീട് മെയിൻ്റനൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന സമയമാണ്. മോടി പിടിപ്പിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേസരി യോഗമൊക്കെ ഉണ്ട്. ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉച്ചത്തിലെത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. വളരെ ഗുണകരമായ മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. ദമ്പതി ഭാവത്തിൽ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അപ്പോൾ ഈ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. കൂവള മാല സമർപ്പിക്കുക, വില്ലുപത്ര മന്ത്രാർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. പുറകിൽ വിളക്ക്, അതുപോലെ തന്നെ ഭഗവാന് പാൽപ്പായസം നിവേദിക്കുന്നതാണ്. ജലധാര ശിവന് നടത്തുന്ന ഗുണകരമാണ്. അതുപോലെ തന്നെ സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികളൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും ഗണപതി ക്ഷേത്രത്തിൽ മധുരമില്ലാത്ത പാൽപ്പായസം നിവേദിക്കുന്നത് അത്യുത്തമമാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയാനും ഗുണഫലങ്ങളായിട്ട് മാറാനുമുള്ള അല്ലെങ്കിൽ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല അവസരങ്ങൾ എല്ലാവരും നന്നായിട്ട് വിനിയോഗിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ല കുടുംബജീവിതവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.